ബി.ജെ.പിയുടെ വളർച്ച കഴിഞ്ഞ 2014 ശേഷം മോദി വന്നതിന് ശേഷം കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ച മോദി വന്നതിന് ശേഷം മാത്രമല്ല ബി.ഡി.ജെ.എസ് രൂപീകരണത്തിന് ശേഷം ബി.ഡി.ജെ.എസ് രൂപീകരണത്തിന് മറ്റൊരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം കൂടിയുണ്ട്. അത് ലവ് ജിഹാദ് ക്യാമ്പയിന് ശേഷം രൂപം കൊണ്ട ഒരു പാർട്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ലവ് ജിഹാദ് ക്യാമ്പയിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായമായിരുന്നു. ആ സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് ക്യാമ്പയിൻ നടന്നത്. അതേ തുടർന്ന് രൂപീകരിക്കപ്പെട്ട പാർട്ടിയും ആ സമുദായ നേതൃത്വത്തിൻ്റെ മേൽക്കൈയിലാണ് നടന്നത്. അവരിലേക്കുള്ള ബി.ജെ.പിയുടെ കടന്നുകയറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമായിട്ടുള്ളത്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ബി.ജെ.പി വരികയാണ്. കാട്ടാക്കടയിലും ഒന്നാം സ്ഥാനത്തേക്ക് ബി.ജെ.പി വരികയാണ്. ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രമുഖമായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ബി.ജെ.പി കടന്നു കയറുന്നത് കഴിഞ്ഞൊരു 15 വർഷത്തെ സവിശേഷതയാണ്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പരമ്പരാഗതമായി അവരിലെ ബഹുഭൂരിഭാഗം വോട്ടും നേടിക്കൊണ്ടിരുന്നത് LDF CPM ഒക്കെയാണ്. തിരിച്ച് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അവരുടെ ഒരു വോട്ട് ബാങ്കാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ബി.ജെ.പി കടന്നു കയറുന്നു, അവരിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങലിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ അത് ഒരു വട്ടം തെളിയിച്ചതാണ്. വി മുരളീധരൻ കുറേ കൂടി ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷം അവിടെ പണിയെടുത്തുണ്ടാക്കി കുറേ കൂടി നേട്ടം അവിടെ ഉണ്ടാക്കി. ആ കടന്നുകയറ്റ UDF-ഉം LDF-ഉം കോൺഗ്രസും CPM-ഉം എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ മറ്റ് മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ ചെയ്തു തന്നെയാണ് ചെയ്യുന്നത്. ആലപ്പുഴ മണ്ഡലത്തിനും ഈ സവിശേഷതയുണ്ട്. ആറ്റിങ്ങലിൽ എന്താണോ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് അത് കുറേ കൂടി മനോഹരമായിട്ട് ആലപ്പുഴയിൽ അവർ ചെയ്യുന്നുണ്ട്. ആ വോട്ട് ബാങ്ക് ഏതാണെന്ന് CPM ആലോചിക്കണം. CPM-ആണ് അത് ആലോചിക്കുന്നത്. കാരണം KC വേണുഗോപാൽ കുറേ കൂടി വോട്ട് ശതമാനം ഉയർത്തിയാണ് തവണ ചെയ്തിട്ടുള്ളത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് CPM ശക്തി കേന്ദ്രങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ വോട്ട് പിടിക്കുന്നത്. അത് ഏത് സമുദായത്തിൽ നിന്നാണ് വോട്ട് പോകുന്നത് എന്നുള്ളത് CPM പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അത് ചെയ്യുന്നു. പിന്നെ നമ്മൾ വോട്ട് വർധന അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. കെ സുരേന്ദ്രൻ 2019 നേടിയതിനേക്കാൾ വോട്ട് കുറയുകയാണ് അനിൽ ആൻ്റണിക്ക് ചെയ്തത്. കാരണം പത്തനംതിട്ട അവരൊരു A+ മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ അനിൽ ആൻ്റണിക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സുരേന്ദ്രൻ ആ വോട്ട് പിടിച്ചത് ഒരു പക്ഷേ ഈ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ കൂടിയായിരിക്കാം. പക്ഷേ അത് നിലനിർത്താനോ അതിൽ നിന്ന് വർദ്ധിപ്പിക്കാനോ അനിൽ ആൻ്റണി കഴിഞ്ഞില്ല. ഒരു പക്ഷേ വോട്ട് കുറഞ്ഞ അപൂർവം ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞ അപൂർവം മണ്ഡലങ്ങളിലൊന്ന് പത്തനംതിട്ടയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു പോയ മണ്ഡലങ്ങളിൽ. പിന്നെ ഇടുക്കി എടുത്തു കഴിഞ്ഞാൽ ഇടുക്കിയിൽ BDJS-ൻ്റെ സ്ഥാനാർത്ഥിയാണ് അവർ മത്സരിച്ചത്. കോട്ടയം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ തവണ NDA സംബന്ധിച്ച്. തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJS-ൻ്റെ നേതാവ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2019 ഇപ്പോൾ UDF-ലുള്ള PC തോമസ് ആണ് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കേരള കോൺഗ്രസ് നേതാവായിട്ട്. PC തോമസിന് വ്യക്തിപരമായിട്ടൊരു വോട്ടുണ്ട്, അത് നമുക്കറിയാം. ആ വോട്ട് അദ്ദേഹം നേടി. 1,40,000-40,000 വോട്ട് അദ്ദേഹം നേടിയിരുന്നു. ആ വ്യക്തിപരമായ വോട്ടിനേക്കാൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം താരതമ്യേന BJPക്ക് അത്ര ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമല്ലാതിരിക്കെ തന്നെ PC തോമസ് പിടിച്ചതിൽ നിന്ന് കുറേ കൂടി വോട്ട് വർദ്ധിപ്പിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഏതാണെന്നുള്ളത് LDF-ആണ് പരിശോധിക്കുന്നത്. കാരണം LDF-ന് കോട്ടയത്തിൽ തവണ വോട്ട് കുറഞ്ഞിട്ടുണ്ട് കാര്യമായി. കാരണം വലിയ വാസവൻ നേടിയതിനേക്കാൾ നേടിയത്ര ഒരു മാർജിനോ അല്ലെങ്കിൽ ഒരു പോൾ പെർസെൻറ്റേജോ കിട്ടുന്നില്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ച വോട്ടേതാണെന്ന് LDF കോട്ടയത്ത് വിലയിരുത്തേണ്ടി വരും. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളവും BJPയെ സംബന്ധിച്ചൊരു പ്രതീക്ഷയുള്ള മണ്ഡലമല്ല. പക്ഷേ അവിടെ ഘട്ടം ഘട്ടമായി അങ്ങനെ വലിയ ത്രഷോൾഡ് കടന്നിട്ടൊന്നുമില്ല. 15% വോട്ടാണ് KS രാധാകൃഷ്ണൻ നേടുന്നത്. അതൊരു വലിയ വോട്ട് ഷെയർ അല്ല. പക്ഷെ അവിടെ അവർ ഘട്ടം ഘട്ടമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലം ഈ പറയുന്ന ആലത്തൂരാണ്. ആലത്തൂർ ഈ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളായിരുന്ന സരസു TN സരസു എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ്. അവർ ആലത്തൂരും അങ്ങനെ ഒരു വലിയ BJPക്ക് പ്രതീക്ഷയുള്ളൊരു മണ്ഡലമേ അല്ല. അവർക്ക് 10% വോട്ടാണ് കിടക്കുന്നത് ഏതാണ്ട് 10 വർഷം മുമ്പാണ്. അപ്പോൾ അവിടെ അവർ 18%-ലേക്ക് വോട്ട് വളർത്തി എന്നുള്ളതാണ് ആലത്തൂർ മണ്ഡലത്തിൽ. ആ വോട്ട് ആരുടേതാണെന്ന് LDF-ഉം പരിശോധിക്കണം. അവിടെ വിജയിച്ച LDF-ഉം പരിശോധിക്കണം, UDF-ഉം പരിശോധിക്കണം. ഭൂരിപക്ഷമുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് K സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് K സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. K സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ രവീശ തന്ത്രി കുണ്ടാർ പിടിച്ചതിനേക്കാൾ വോട്ട് ഇത്തവണ അവിടെ അശ്വിനി എന്ന് പറയുന്ന അവരുടെ ഒരു കന്നഡ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആ വോട്ട് വർധന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്കുറി ഒരു 0.07% രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോൾ പെർസെൻറ്റേജ് കുറയുകയാണ് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്കെങ്കിൽ ഈ പറയുന്ന അശ്വിനി എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടാരുടേതാണെന്ന് LDF പുനഃപരിശോധിക്കണം. കണ്ണൂരും ഈ പ്രതിഭാസമുണ്ട്. കണ്ണൂരും BJPയെ സംബന്ധിച്ച് എന്തല്ല ഒരു വലിയ പ്രതീക്ഷയുള്ള സ്ഥലമൊന്നുമല്ല അവർ. അവിടെ
ഈ തവണ കണ്ണൂരിൽ വോട്ട് കൂടിയിട്ടുണ്ട്. സാധാരണ എന്താണ് ഒരു 15% മുകളിൽ ഒരിക്കലും കണ്ണൂരിൽ BJP വോട്ടില്ല. ഇത്തവണ അവിടെ മത്സരിച്ചത് സി രഘുനാഥ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരനാണ്. നല്ല രീതിയിൽ അവർക്ക് സി രഘുനാഥിന് വോട്ട് അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ. കണ്ണൂർ അങ്ങനെ ഒരു 5%, 6%, 10% ഇങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്നു വന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വലിയൊരു ലീപ്പ് രഘുനാഥിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഈ പറയുന്ന പിണറായിയുടെ ജില്ലയിൽ തന്നെയുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ ആയിരിക്കാം. എന്തായാലും അതും പരിശോധിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ് വോട്ട് പോകുന്നത്. കാരണം കണ്ണൂർ സുധാകരന് അത്യാവശ്യം നല്ല ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ 50%-ലധികം ഭൂരിപക്ഷമുണ്ട്. വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഈ കുറി അത്രയൊന്നുമില്ല. എങ്കിൽ പോലും ഈ വോട്ട് എവിടെ നിന്നാണ് പോകണമെന്ന് പരിശോധിക്കണം. BJP കൃത്യമായും കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അതിശക്തമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നു, വോട്ട് പിടിക്കുന്നു എന്നുള്ളതല്ല, അവരെന്താണ് ഇവരോട് പറയുന്നത്, ഈ ജനങ്ങളോട് എന്താണ് BJP സംസാരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതാണ് കേരളത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു സെക്യുലർ ഫാബ്രിക്കിനെയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക സുരക്ഷിതത്വത്തെയും അപകടത്തിലാക്കുന്ന എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും സുരേഷ് ഗോപി വോട്ട് പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷം ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതെന്തിനാണ് വോട്ട് എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. കാരണം സഭ പോലും പ്രധാനമായും വളരെ ശക്തമായൊരു നിലപാട് സുരേഷ് ഗോപി BJPക്കെതിരെ പരോക്ഷമായ വാക്കുകളിലൂടെ ആണെങ്കിലും എടുത്തതിന് ശേഷവും സുരേഷ് ഗോപി വോട്ട് ചെയ്ത് കളയാം എന്ന് വിദ്യാസമ്പന്നരായ നഗരവാസികളായ തൃശ്ശൂർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.